PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദം ശക്തമാകുന്നതിനിടെ PSC ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ മിന്നൽ പ്രതിഷേധം. PSC ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറി. അപർണ കേസുണ്ട്. വിവരങ്ങളുമായി അപർണ. വലിയ രീതിയിലൊരു പ്രതിഷേധമാണ് PSC ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? PSC ആസൂത്രണ ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പിലും കൂടാതെ തന്നെ പരീക്ഷാ ക്രമക്കേടിലും ആണ് ഇന്ന് PSC ആസ്ഥാനത്തിന് മുമ്പിലായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ മിന്നൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതായത് ചെയർമാൻ MR ബൈജുവിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തകർ ഇന്ന് PSC ആസ്ഥാനത്തിന് മുന്നിലായി പ്രതിഷേധിച്ചത്. ചെയർമാൻ അകത്തേക്ക് കയറുന്ന വേളയിൽ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PSC ആസ്ഥാനത്തേക്ക് തള്ളിക്കയറുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരെ തടയാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അതിന് സാധ്യമായിരുന്നില്ല. പോലീസ് സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ PSC ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറുകയായിരുന്നു. അവർ PSC ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ പോലീസ് സ്ഥലത്തേക്ക് എത്തുന്നു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നുണ്ടായിരുന്നു. സാരമായ പരിക്കല്ല, ചില പ്രവർത്തകർക്ക് പരിക്കുണ്ടായി. എന്നിരുന്നാൽ കൂടി സാരമായ പരിക്കുകളൊന്നും തന്നെ പ്രവർത്തകർക്കില്ല. തുടർന്ന് പോലീസ് ഈ പ്രവർത്തകരെ അവിടെ നിന്നും മാറ്റുകയായിരുന്നു. എന്തായാലും PSC ആസ്ഥാനത്ത് ഇന്ന് നടന്നത് വളരെ വലിയൊരു പ്രതിഷേധമായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മിന്നൽ പ്രതിഷേധമായിട്ടാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PSC ആസ്ഥാനത്തിന് മുമ്പിൽ എത്തിയത്. ചെയർമാൻ MR ബൈജു ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന പ്രധാന ആവശ്യമാണ് ഈ യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ അന്വേഷണം അടക്കം അട്ടിമറിക്കാൻ MR ബൈജു മുൻകൈ എടുത്തു എന്ന ആരോപണം ഉയർന്നിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇന്ന് അവിടെ സംഘടിപ്പിച്ചത്. കാർത്തു. അപർണ, അതുപോലെ തന്നെ നിലവിൽ ഈ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ്? ഇപ്പോഴും പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ അവിടെ നിന്നും ഒഴിപ്പിച്ചു. തുടർന്ന് ജോലിക്കെത്തിയ ഉദ്യോഗസ്ഥരെ ആസ്ഥാനത്തേക്ക് കയറ്റിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം അരമണിക്കൂറോളം നീണ്ടുനിന്ന ഒരു പ്രതിഷേധമാണ് അവിടെ കാണാൻ സാധിച്ചിരുന്നത്. സമാധാനപരമായിട്ടായിരുന്നു ആദ്യം പ്രതിഷേധം ആരംഭിച്ചിരുന്നത്. തുടർന്ന് ചെയർമാൻ ആസ്ഥാനത്തേക്ക് ഉള്ളിലേക്ക് കടന്നു പോവുകയും അതിന് തൊട്ട് പിന്നാലെ പ്രവർത്തകർ ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവർക്ക് തടഞ്ഞു നിർത്താൻ സാധിച്ചിരുന്നില്ല. അതിനെ തുടർന്ന് വളരെ വലിയൊരു പ്രതിഷേധത്തിലേക്കും തുടർന്ന് ഈ ഉദ്യോഗസ്ഥരും പ്രവർത്തകരുമായിട്ടുള്ള ഉന്തും തള്ളും ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസ് അവരെ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. കാർത്തു. അപർണ, അതുപോലെ തന്നെ വലിയ രീതിയിൽ ഗുരുതരമായ ഒരു ക്രമക്കേട് തന്നെയാണ് ഈ PSC പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതിൽ ക്രൈംബ്രാഞ്ചിന്റെ അടക്കം അന്വേഷണം നടക്കാനിരിക്കെയാണ് ഇനിയും ഒരു പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെ ആയിരിക്കില്ല ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അടക്കം തീരുമാനം? തീർച്ചയായും. കാരണം PSCയുടെ തന്നെ സുതാര്യത അല്ലെങ്കിൽ വിശ്വാസ്യതയെ തന്നെ തകർക്കുന്ന ഒരു നിലപാടായിരുന്നു ഈ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ടും പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ PSCയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് നടന്നതെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ അടക്കം പറഞ്ഞത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം അടക്കം പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ എത്തിയത്. ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് ഇതുപോലെ കടന്നത്. അജിത ബീഗമാണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം നൽകുന്നത്. കൂടാതെ SP, DYSP ചുമതലയുള്ള മറ്റ് ഉദ്യോഗസ്ഥരും ഈ സംഘത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. എന്തായാലും ഈ നിമിഷത്തിൽ ക്രൈംബ്രാഞ്ച് നേരിട്ട് അന്വേഷണം നടത്തുന്നില്ല. പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണത്തിലേക്ക് ഇറങ്ങുക. കൂടാതെ തന്നെ PSCയോട് കുറച്ച് രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ രേഖകൾ കൈവശം കിട്ടണം. ആ രേഖകൾ കൂടി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് അന്വേഷണത്തിലേക്ക് കടക്കുക. അഥവാ PSC ഈ രേഖകൾ നൽകാൻ തയ്യാറായില്ലെങ്കിൽ ഒരു നിയമയുദ്ധ
സമരത്തിന് തന്നെ തയ്യാറെടുക്കാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. എന്തായാലും ഈ PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വളരെയേറെ കനക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങളൊക്കെ ഇനിയും കനക്കാൻ തന്നെയാണ് സാധ്യത. ശരി, എന്തായാലും PSC ആസ്ഥാനത്തേക്കായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മിന്നൽ പ്രതിഷേധം ഉണ്ടാകുന്നത്. PSC ചെയർമാന്റെ രാജിയാണ് പ്രവർത്തകർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓഫീസിലേക്ക് തള്ളിക്കേറിയായിരുന്നു പ്രതിഷേധമടക്കം. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്.